ഞാനും ഋതുവും കൂടിയിട്ട് ചിക്കൻ വാങ്ങാൻ പോവാണ് കേട്ടോ. നോർമലി ഇത് ചേട്ടൻ്റെ പണിയാണ്. ചേട്ടൻ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഈ ദൗത്യം ഞാനും ഋതുവും കൂടി ഏറ്റെടുത്തതാണ് കേട്ടോ. ചിക്കൻ മേടിക്കാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മേനെ കൊണ്ടുപോവാ. അമ്മേനെ പിന്നെ ആരെന്നെ കൊണ്ടുപോണ? കൊണ്ടുപോണില്ലേ? അപ്പൊ നമ്മൾ രണ്ടാളാണോ പോണേ? ഓക്കെ ഒക്കെ ബൈ പോവാം. എങ്ങനെ പോവും? പിന്നെ ഏത് വണ്ടിയിൽ പോവും? വെള്ളവണ്ടിയിലാണോ പോണ്ടേ? വെള്ളവണ്ടിയാണോ? ആരുടേത്? ഋതുവിന്റെ വണ്ടി ഇരിക്കണല്ലോ. ഋതുവിന്റെ വണ്ടി പോയാലോ? അച്ഛാടെ വണ്ടി പോയാലോ? ഇതുമേണോ പോണ്ടേ? വെള്ളവണ്ടിയിലാണോ പോണ്ടേ? ഓക്കെ പോവാം. ഋതുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ ക്യാരി ബാഗിലിരുന്ന് പോകാനായിട്ട്. പിന്നെ കുട്ടിക്ക് ഇഷ്ടമുള്ളത് ബസ്സിൽ പോകാനാണ്. ബസ് കാണുമ്പോഴൊക്കെ ചോദിക്കും അമ്മ നമുക്ക് ബസ്സിൽ പോകാമെന്നൊക്കെ. അങ്ങനെ ഞങ്ങളിത് പോകാൻ റെഡിയായി. ഋതുവിനൊക്കെ സറച്ച് ക്ലിപ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ. നമുക്ക് പോവാം. ബായ് പറഞ്ഞേ. നിങ്ങൾ എങ്ങനെ പോണേ? എങ്ങനെ പോണേ പറ. ഓക്കെ ചിക്കൻ മേടിക്കാൻ പോകാട്ടെ. അങ്ങനെ ഞങ്ങൾ ബിന്ദു ചേച്ചിയുടെ കടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് ഇവിടെ ഫാമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ഇവിടെ തന്നെയാണ് ചിക്കൻ വാങ്ങാറുള്ളത്. അങ്ങനെ ഞങ്ങൾക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് പോകാൻ കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോകുന്നു. വീടെത്താനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീടിൻ്റെ അടുത്തുള്ളൊരു പാടത്തിൻ്റെ അവിടത്തേപ്പോൾ ഒന്ന് സൈഡാക്കി ഞങ്ങൾ കുറച്ച് നേരം നിന്ന് കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. ഞങ്ങൾ ചിക്കൻ മേടിച്ചിട്ട് വന്നു ഗായ്സ്. അല്ലേ കോഴിയാണോ മേടിക്കാൻ പോയേ? ചിക്കൻ അല്ല. അപ്പോൾ നമ്മളിന്ന് എന്തുണ്ടാക്കും? പിന്നെയോ? അങ്ങനെ ഞാൻ ഋതുവിനെ സഞ്ചിയിലുള്ളതൊക്കെ റിലീസാക്കി ചിക്കൻ്റെ പരിപാടിക്ക് പോകാൻ കേട്ടോ.